നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മര്യാദക്ക് പറഞ്ഞു അയ്യോ തല്ലല്ലേ, ഞാൻ പറയാം. ഞാൻ പറയാം. നിനക്കറിയോ ഇവിടെ ആരെ ഒളിഞ്ഞു നിന്ന് വിളിക്കുന്നേന്ന്? ഡി, ചോദിച്ചത് കേട്ടില്ലേ? പറ, ആരാ അത്? അത് പറയടി, ആരാ അത്? ആദ്യം ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോയതാ. ആരെയാ നീ വിളിക്കുന്നേ? തൊട്ടുപോകരുത് അവളെ. മാറി നിൽക്കണം, അങ്ങോട്ട് മാറി നിൽക്കും. എത്ര നേരമായിട്ട് അവള് തല്ലുകൊള്ളുന്നു. എന്തിന്റെ പേരിലായാലും ഇനി അവളെ തല്ലരുത്. നിങ്ങളൊക്കെ പറയുന്ന പോലെ ആതിര ഒരു തെറ്റുകാരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അഥവാ എന്റെ വിശ്വാസം തെറ്റാണെങ്കിൽ അപ്പം നോക്കാൻ ബാക്കി. മോളെ, നീ അകത്ത് കയറിപ്പോ. രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ഒരു ഏട്ടത്തിയും കേട്ടവാദി കേൾക്കാത്ത വാദി കലി തുള്ളുന്ന ഒരു അമ്മയും, അവരുടെ രണ്ടുപേരുടെയും വാക്ക് കേൾക്കുന്ന ഒരു ഏട്ടനും. ഒരു കുടുംബമാകുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കേണ്ടത് കുടുംബത്തിൽ തന്നെ ഉള്ളവരാ. ആദ്യം ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് ആദ്യം വന്ന് പറയേണ്ടത് ആരോടാ? പറയേണ്ടത് അവളുടെ അമ്മയോട്, അല്ലെങ്കിൽ ഏട്ടത്തിയോട്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവളത് പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ ഏട്ടത്തിയുടെ അവളുടെ മനസ്സിലുള്ള സ്ഥാനം ഒന്ന് അളന്നു നോക്ക്. ഞാൻ ഡോക്ടർ സന്ധ്യയാണ്. നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ലിസ്റ്റിൽ നിന്ന് ഒരു പേഷ്യന്റിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞു തരണം. 1 ഇയർ ബാക്ക്. പേര് ഒരു അർച്ചന, ഡോട്ടർ ഓഫ് ദയാനന്ദൻ, കമല ദയാനന്ദൻ. അതെ, ഒന്ന് വേഗം വേണം. ശരി. വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛാ, ചെറിയൊരു ലക്ഷണേ ഉള്ളൂ. രാവിലെ ആകുമ്പോ അതങ്ങ് മാറിക്കോളും. അച്ഛൻ സമാധാനമായിട്ട് ഉറങ്ങിക്കോ. അമ്മയോടും പറഞ്ഞേക്ക. എന്നാ ഞാൻ വെക്കുവാണേ. തനിക്കെന്താ, സുഖമില്ലേ? അങ്ങനെ അസുഖമായിട്ടൊന്നുമില്ല, ചെറിയൊരു പനിയുടെ ലക്ഷണം പോലെ കുളിരുന്നുണ്ട്. നോക്കട്ടെ. ടെമ്പറേച്ചർ ഉണ്ടല്ലോ. വലിയ പനിയൊന്നുമില്ല. ഞാൻ അറിയാതെ അച്ഛനോട് അക്കാര്യം ഒന്ന് പറഞ്ഞുപോയി. ഇതിപ്പോ 3ാമത്തെ തവണ വിളിക്കുന്നത്. തനിക്ക് വയ്യാത്ത കാര്യം എന്താ എന്നോട് പറയാതിരുന്നേ? അയ്യോ, അങ്ങനെ പറയാനും മാത്രമൊന്നും ഇല്ല സച്ചേട്ടാ. അത് ഇയാളാണോ തീരുമാനിക്കുന്നത്? വാ,
ഇപ്പൊ തന്നെ നമുക്ക് ഡോക്ടറെ പോയി കാണാം. ബെസ്റ്റ്. ഇതിപ്പോ അച്ഛനേക്കാളും കഷ്ടായല്ലോ. ഇടോ, ഇപ്പോഴത്തെ പനിയൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. പനിയെന്നാ വേറെ വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ശരി, ഇപ്പൊ എന്താ വേണ്ടത്? ഡോക്ടറെ കാണണം, മെഡിസിൻ കഴിക്കണം. ഈ രാത്രി ഇനി ഡോക്ടറെ കാണാനൊക്കെ പോയാ ഇവിടെ എല്ലാവരും അറിഞ്ഞ ചോദ്യം പറച്ചിലും ഒക്കെ ആവും. ഗുളിക കഴിക്കാനാണെങ്കിൽ അത് ഇവിടെ തന്നെ ഉണ്ട്. തൽക്കാലം ഇതൊന്ന് കഴിച്ചു നോക്കാം. രാവിലെ ആയിട്ടും കുറഞ്ഞില്ലെങ്കിൽ ആശുപത്രി പോവാം. തനിക്ക് എന്തെങ്കിലും അസുഖം വന്നാല് എല്ലാവരും അറിഞ്ഞിട്ട് ഞാൻ അറിയൂ. താൻ എന്ത് ചെയ്യാൻ പോവാ? കിടക്കാൻ. ഇവിടെയോ? പിന്നല്ലാതെ എവിടെയാ? ഇയാളുടെ ഒരു കാര്യം. വാ, ഇവിടെ ഇരുന്നേ. ഇരിക്ക്. ഈ പനിയും വെച്ചിട്ട് ഈ തണുത്ത തറയിൽ കിടന്നാല് പനി കൂടുതലേ ഉള്ളൂ. താനിന്ന് കട്ടിൽ കിടന്നാ മതി. ഇനി കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, കിടക്ക്. കിടന്നു. വേഗം ഉറങ്ങിക്കോ. ഒരുറക്കം കഴിയുമ്പോഴേക്കും പനി പമ്പടക്കും. എന്തുപറ്റി? നല്ല തലവേദന. ആ, ഞാൻ ബാമ്പുരട്ടിത്തന്നെ. ആ പില്ലോ ഇങ്ങെടുത്തേ. കിടന്നു. അർച്ചന, അർച്ചന ഉറങ്ങിയോ? അർച്ചന, അർച്ചന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.